Sister Fanny is in our midst. In India, like I mentioned, in Good Friday, we are before Good Friday, Passover time. And ഫാനിയോട് ചേർന്ന് നമുക്ക് അല്പസമയം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീക ദിവസം വാഴ്ത്തപ്പെടുമാറാകെ. ഭക്തിവേലയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം എമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ കർത്താവിന്റെ കുരിശുമരണത്തെ ഓർമ്മിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. കണ്ടാലോ ആളറിയുകയില്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശുവിന്റെ ശരീരം ഒഴിവുചാൽ പോലെ കീറി മുറിഞ്ഞ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവ് നിന്ദകളേറ്റു, ആമേൻ, പീഡകളേറ്റു. നമ്മുടെ ഹല്ലേലൂയ രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായതിനെ ഓർമ്മിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഗാനം പാടി നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒന്നിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെ ധ്യാനിക്കാം. ഈ ഗാനങ്ങളിലൂടെ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ചോരയാൽ നിറഞ്ഞൊഴുകിയിരുന്നു മകനേ, മകനേ, നീ മാന്യനായിടുവാൻ, മകളേ, മകളേ, നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു, മകനേ, നീ നോക്കുക, നിനക്കായി പിടഞ്ഞിടുന്നു, ഓ മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലാഴ്ന്നത്, നിൻ ശിരത്തുയരുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലാഴ്ന്നത്, നിൻ ശിരത്തുയരുവാനല്ലയോ മകനേ, മകനേ, നീ മാന്യനായിടുവാൻ, മകളേ, മകളേ, നീ മാന്യയായിടുവാൻ
നടുവിൽ കിടന്നു, കള്ളന്മാർ നടുവിൽ കിടന്നത്. നിന്നെ ഉയർത്തുവാനല്ലയോ മാർവിട വാഴമായി മുറിഞ്ഞത്. സൗഖ്യം നിനക്കിടാനല്ലയോ അപ്പാ കള്ളന്മാർ നടുവിൽ കിടന്നത്. നിന്നെ ഉയർത്തുവാനല്ലയോ മാർവിട വാഴമായി മുറിഞ്ഞത്. സൗഖ്യം നിനക്കിടാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാ. മകളേ മകളേ നീ മാന്യയായിടുവാ. കാൽവരി നിനക്കായി പിടഞ്ഞിടും, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ഓ മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. പത്മോസ് യോഹന്നാൻ കണ്ടത്, പത്മോസ് യോഹന്നാൻ കണ്ടത്. സൂര്യനേക്കാൾ ശോഭയാനത്രേ ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു. പെരുവെള്ളം ഇരച്ചിൽ പോലാകുന്നു. പത്മോസ് യോഹന്നാൻ കണ്ടത്. സൂര്യനേക്കാൾ ശോഭയാനത്രേ ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു. പെരുവെള്ളം ഇരച്ചിൽ പോലാകുന്നു. ആദ്യനും അന്ത്യനും ജീവനുമായവനേ. ആദ്യനും അന്ത്യനും, ആദ്യനും അന്ത്യനും ജീവനുമായവനേ. ആദ്യനും അന്ത്യനും ജീവനുമായവനേ. ഓ ആദ്യനും അന്ത്യനും ജീവനുമായവനേ. ആദ്യനും അന്ത്യനും ജീവനുമായവനേ. യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ കാൽകരം തുളയ്ക്കപ്പെട്ടതിനാൽ യേശുവേ ഘോരമാ പാടുകൾ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങേറ്റ മുറിവുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ അവിടുന്ന് ആദ്യനാണ്, അന്ത്യനാണ്. അവിടുന്ന് പാപമില്ലാത്തവൻ പരിശുദ്ധനാണ്. യേശുവേ ഞങ്ങൾ അങ്ങയുടെ കാൽവരി ക്രൂശിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഉയർത്തുന്നത് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ആക്കപ്പെട്ടവനാണ് നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. മറുവിലയായി തന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണം, ഹല്ലേലൂയ, ആ മരണം അവിടുത്തെ തിരുനിർണയത്താലും മുന്നറിവിലാണ്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്നു നോക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ദുഷ്ടരായ യൂതന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞതെന്താ?
ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആമേൻ. ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെയാ ക്രൂശിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ആ പാട്ടിന്റെ ഓരോ വരികളിലൂടെയും സഞ്ചരിച്ച് നമുക്ക് പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പാടുന്നത് കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനെ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. നമുക്ക് ഒരു യോഗ്യതയും പറയുവാനില്ല. ആ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി കാട്ടിയ ആ സ്നേഹത്തെ, ആ ത്യാഗത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ പാടി കുടിക്കാം. ഹല്ലേലൂയ. ആമേൻ. എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. എന്നോട് ചേർന്ന് കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനെ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയായി. രക്തത്തിൻ തെളികൾ തെറിച്ചു ക്രൂശിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയായി. ഞാൻ
മനസ്സെല്ലാം ഒന്ന് തുറന്ന് അപ്പാ ഞങ്ങൾക്ക് വേണ്ടി ആ തന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയതിനാൽ, അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനാൽ അപ്പാ ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളെ കൊള്ളു കർത്താവേ, ഞങ്ങളെ ഇത്രമേ ഞങ്ങളെ സ്നേഹിപ്പാൻ യേശുവേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അപ്പച്ചാ അവിടുന്ന് യാഗമായി തീർന്നല്ലോ. കർത്താവ് ഞങ്ങളുടെ ഹാലലിയ പാപത്തിന് ഹാലലിയ പരിഹാരമായി അവിടുന്ന് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തന്റെ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിനെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് അവിടുത്തെ കരുത്തിൽ തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു ക്രിസ്തുവിലുള്ള ഫ്രീഡം, ആ സ്വാതന്ത്ര്യം ഈ ജനം അനുഭവിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും കർത്താവിന്റെ വേഗം വരുന്ന ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ച് മലയാളക്കരയിൽ കർത്താവ് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീരത്നത്തെയാണ്. യാഥാസ്ഥികമായ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ക്രിസ്തുവിനെ അറിയാതെ കുടുംബത്തിലുണ്ടായ ഒത്തിരി ദുരന്തങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുവാനായിട്ട് പല വഴി തേടിപ്പോയപ്പോൾ കർത്താവിന്റെ സ്നേഹം ആമേൻ ഹല്ലേലൂയ ആമേൻ തേടി വരികയും അതുമൂലം കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന് വേണ്ടി കർത്താവിനെ ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ പ്രിയ സഹോദരിയാണ് സിസ്റ്റർ അന്ന കണ്ടത്തിൽ ആന്റിയെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ടെസ്റ്റിമണിയാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒത്തിരി പേർക്ക് വളരെ പ്രചോദനവും, ഒത്തിരി കുടുംബങ്ങൾക്ക് ഒത്തിരി വ്യക്തിപരമായി ആരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വയൽ പ്രദേശത്തെ ശക്തമായി ഉപയോഗിച്ചു വരുന്ന ദൈവദാസിയാണ്. പ്രിയ ദൈവദാസിയെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ അനേകം ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ആമേൻ. അടിക്കടി ഉണ്ടായ പല ബുദ്ധിമുട്ടുകളൊക്കെ ഈ അടുത്ത കാലത്തും ഉണ്ടായി. എങ്കിലും ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മധ്യത്തിലേക്ക് ഇന്ന് കടന്നു വന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ടെസ്റ്റിമണി കേൾക്കുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. കർത്താവ് എങ്ങനെയാണോ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ ആന്റിയെ ലീഡ് ചെയ്യുന്നത്, അതുപോലെ ഇന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. നേരത്തെ സുനി ഓർപ്പിച്ചതുപോലെ മെയ് ആദ്യത്തെ ആഴ്ച മുതൽ നമ്മുടെ മീറ്റിംഗ് ഒരു അരമണിക്കൂറും കൂടി മുൻപിലായിരിക്കും. കേരളത്തില്, ഇന്ത്യയില് അത് രാവിലെ 6 മണിക്കായിരിക്കും. എല്ലാവരും ആ സമയം ഓർത്തിരിക്കണമേ. എല്ലാവരും സമയത്തിന് കടന്നു വരുവാനായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സാക്ഷ്യം പറയുവാനായിട്ട്, ടെസ്റ്റിമണി പറയുവാനായിട്ട്, പ്രബോധിപ്പിക്കുവാനായിട്ട് കർത്താവ് എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളോട് സംസാരിക്കുവാനായിട്ട് അന്ന ആന്റിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ നടുവിൽ ആയിരിക്കുവാൻ വലിയവനായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അത്യുന്നതനായ ദൈവം എനിക്ക് തന്ന ആ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മെസ്സേജ് പറയണോ അതോ ഒരു ടെസ്റ്റിമണിയാണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മെസ്സേജ് ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. എന്തായാലും ആകട്ടെ, എങ്ങനെയാണെങ്കിലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കഴിഞ്ഞ രാത്രി ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വാക്യം പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ ടെസ്റ്റിമണിയിലേക്ക് പ്രവേശിക്കാം. അതിന് ആസ്പദമായിട്ട് 27-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ദാവീദ് എഴുതിയതാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഭയങ്കര എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ, മാനുഷികമായി നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു അനുഭവമാണ്. ടു ബി റിജക്റ്റഡ്, തള്ളിക്കളയുക. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. അപ്പോ ദാവീദ് പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും, നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും എൻ്റെ അപ്പനും അമ്മയും. ആരെങ്കിലും ഇപ്പൊ നമ്മളൊരാളെ ചോദിക്കുന്നുണ്ട്, അപ്പനും അമ്മയും ഉണ്ടോ? അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവൻ അനാഥനല്ലെന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ ഇവിടെ ദാവീദ് പറയാ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഒരു നിസ്സാര കാര്യമല്ലാതെ. ഞാൻ ഇതിനകത്ത് വരാനുള്ള കാരണം, ഞങ്ങൾ ദീർഘവർഷങ്ങൾ ആഫ്രിക്കയിലായിരുന്നു. 1966 തൊട്ട് 83, 86 വരെ ഞങ്ങൾ ആഫ്രിക്കയുടെ ഗാന, സാംബിയ, നൈജീരിയ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോ അവിടെ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ, എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം ഞാൻ അന്വേഷിച്ചു. അപ്പൊ അന്നൊന്നും എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല. ഞാനൊരു സാധാരണ യാഥാസ്ഥിക കുടുംബത്തിൽ, കണ്ടത്തിൽ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. മലയാള മനോരമ മാപ്പിളയുടെ അനുജൻ, കുച്ചിപ്പൻ മാപ്പിളയുടെ കൊച്ചുമകളാണ് ഞാൻ. പക്ഷെ കണ്ടെത്തി നിന്നൊക്കെ ഇപ്പൊ ഞാൻ കരയ്ക്ക് കയറി, നാശകരമായ കുഴിയിൽ നിന്നും കുഴിയും ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ക്രിസ്തു എന്ന പാറമേൽ എന്നെ നിർത്തിയിരിക്കുന്നു. അപ്പൊ എന്താ ഇതിന്റെ കോസ് എനിക്കൊന്നും അറിയത്തില്ല. ബൈബിളും എനിക്കറിയത്തില്ല. ആകെപ്പാടെ പലപ്പോഴും 91-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും വായിക്കുന്ന ഒഴിച്ച് വേറെ ഒന്നും അറിയത്തില്ലാത്ത ഒരു കാലം. എങ്കിലും അതെന്നെ ചിന്തിപ്പിച്ചു. അന്നേരം ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ 23 വയസ്സ് തൊട്ട് 57 വയസ്സ് വരെ ആ കാലഘട്ടത്തിൽ MLC അഥവാ ഇന്നത്തെ MLA ആയിട്ട് അറിയപ്പെട്ട കൊച്ചിപ്പൻ മാപ്പിളയുടെ ഗ്രാൻഡ് ഫാദർ, പുള്ളി ജീവിച്ചത് അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയുമെന്ന് പറഞ്ഞ എന്നും പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കറുണ്ട്, അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് മത്തായി മറി അവിടെ പോയി താമസിച്ചു, ചാക്കോ ഏരി ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിൽ പള്ളി ഉണ്ടാക്കി. കണ്ടത്തി കുടുംബത്തിൽ 6 ബ്രാഞ്ച് ഉണ്ട്. അതില് ഒരു ബ്രാഞ്ചാണ് ഞങ്ങളുടേത്. അതില് എല്ലാവരും ഇന്നും ഓർത്തഡോക്സോ യാക്കോബോ, എനിക്ക് അതിന്റെ ഒന്നും വ്യത്യാസം അറിയത്തില്ല ആണ്. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊച്ചിപ്പൻ മാപ്പിളയുടെ അമ്മാച്ചനായിരുന്നു പാലക്കുന്നത്തെ തിരുമേനി. അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത്, ഏക മധ്യസ്ഥൻ യേശുവാണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശരിയല്ല, മരിച്ചവരോടുള്ള പ്രാർത്ഥനയും ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം മാത്രം മാർത്തോമാ സമുദായത്തിലേക്ക് മാറി. പിന്നെ മാർത്തോമാ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ആണ്ടോടാണ്ട് കൺവെൻഷൻ, ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണ്, എന്താ പറയുന്നത്, മണിമലയാറിന്റെ തീരത്ത്. അവിടെ ആ മണപ്പുറത്ത് പന്തലിട്ട് എല്ലാ വർഷവും സാധുസുന്ദര സിംഗ് തൊട്ടുള്ള അന്നത്തെ ആത്മീയത്തിലെ അധികായന്മാർ വന്ന് കർത്താവിനെ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ, അന്ന് നമുക്കൊന്നും അറിയത്തില്ല, ആ മണപ്പുറത്ത് പോയിട്ട് മണലിൽ കളിക്കുന്നതിനപ്പുറം നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെ കൺവെൻഷൻ നടത്തി. 16 ഏക്കറിൽ ഒരു മാർത്തോമ പള്ളി പണിതു. അന്ന് പാലിയാമട യാക്കോബക്കാരുടെ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു, മാർത്തോമക്കാർ എടുത്തില്ലായിരുന്നു. 33 ഏക്കർ കൊടുത്തിട്ട് അവിടെ ഒരു മിസ്സസ് നിക്കോൾസൺ ആൻഡ് മിസ് മാക്കബിൻ എന്ന് പറഞ്ഞ് 2 മദാമ്മമാരെ കൊണ്ടുവന്ന് നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹൈസ്കൂള് അവിടെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത ആ കുടുംബത്തിൽ ഭ്രാന്ത്, തളർച്ച, മദ്യപാനം, അകാലമൃത്യു, രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ കടന്നു വന്നപ്പോൾ വിടുവിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാന് നിരീശ്വരവാദിയായി. ഒറ്റ ഒരു ആഗ്രഹം, ദൈവമില്ലെന്ന് തെളിയിക്കണം. ഇതൊക്കെ വെറുതെ മനുഷ്യന്റെ സങ്കല്പമാണ്.
അതിനപ്പുറം ദൈവം എന്നൊരു കാര്യമില്ല. കാരണം ഞാൻ അറിയാതെ, ഞാൻ ചോദിക്കാതെ, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അവർ യേശു എന്ന് പറയുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നെങ്കിൽ രാമനെന്നോ കൃഷ്ണനോ പറയും. ഞാനൊരു മുസ്ലിം കുടുംബത്തിലായിരുന്നെങ്കിൽ അള്ളാ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കാതെയും പറയാതെ ഒരിടത്ത് ജനിച്ചത് കൊണ്ട് യേശുവാണെന്ന് പറയാൻ എനിക്ക് ദൈവം ആരാന്ന് അറിയണം. അങ്ങനെ ദൈവം ഇല്ലെന്ന് തെളിയിക്കണം. ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ കണ്ടെത്തണം. അങ്ങനെ സത്യാന്വേഷിയായിട്ട് തീർക്കുക. അതൊക്കെ നെറ്റിനകത്ത് കിടക്കുന്ന, യൂട്യൂബിൽ കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ അത് കേട്ടാൽ മതി. ഞാൻ അതിനായിട്ട് സമയം കളയുന്നില്ല. അപ്പൊ ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഞാൻ 1 ശമൂവേലിന്റെ 16-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുകയാണ്. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. മുമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ത്ലേഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എനിക്ക് ഇത് ഒരു ബ്യൂട്ടി. ഞാനിങ്ങനെ ദൈവം അനുവദിച്ചാൽ എനിക്ക് ദൈവായുസ്സും ആരോഗ്യവും തരുന്ന പക്ഷം ഞാൻ ഒരു പുസ്തകം എഴുതാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ an unseen hand behind a purpose driven ലൈഫ് എന്നുള്ളതാണ്. എനിക്ക് എസ്പെഷ്യലി എന്നോട് 2006 ഞാൻ ബഹ്റിനിലിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അടുത്ത തലമുറ എൻ്റെ സ്വപ്നമാണ്, നീ എനിക്ക് അവരെ മടക്കി തരണം. അപ്പൊ പെന്തിക്കോസുകാര് ശ്രീസഭയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഞാൻ അന്ന് ഓർത്തു. അതിനുശേഷം യൂത്തിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഒരു 3.5-4 വർഷമായിട്ട് എൻ്റെ കോളിനകത്ത് ഒരു ട്യൂമർ ഉണ്ടായിട്ട് അത് മാലിഗ്നന്റ് ആണെന്ന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് 4th സ്റ്റേജാണ്. ലിവറിൽ മൾട്ടിപ്പിൾ മെറ്റാസിസ് എന്ന് പറഞ്ഞ മുന്തിരിക്കല പോലെയുള്ള ട്യൂമറുകളുണ്ട്. അതുമൊക്കെ 4th സ്റ്റേജ് എന്ന് ഇവർ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3.5-4 വർഷമായി. അതിനു മുമ്പ് എൻ്റെ മോന്റെ വേർപാടുണ്ടതൊക്കെ ഞാൻ പറയാം. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഇന്ന് ഞാൻ ഈ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഈ ഈശായുടെ മക്കളിൽ ഒരുത്തനെ ഞാൻ കണ്ടിരിക്കുന്നു. അതാരാണെന്നൊന്നും ശമൂവേലിന് അറിയത്തില്ല. അപ്പൊ ശൗലിനെ മാറ്റിയിട്ട് തെരഞ്ഞെടുപ്പ്. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗല് കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാലും യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് ചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുക എന്ന് പറയുക, യിശ്ശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. ഇതൊക്കെ അങ്ങോട്ട് നമ്മുടെ ആത്മാവിൽ ഗ്രഹിക്കുമ്പോഴേ നമ്മൾ അതിന്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പൊ കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്ത് എന്തിനാ? കർത്താവിനായിട്ടാ. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ത്ലേഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ യിശ്ശായിയെ അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെ ഈ യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തനിത എന്ന് പറഞ്ഞു. അപ്പം യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണത് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. കണ്ടോ? നമ്മളെല്ലാം ഈ കിടന്ന് ഭയങ്കര തർക്കവും വാദവുമായി പെന്തിക്കോസിനകത്ത്. എനിക്ക് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ് ഹേർട്സ് മീ. പുരികം പഠിക്കാമോ, ലിപ്സ്റ്റിക് ഇടാമോ, ഓർണമെന്റ്സ് ഇടാമോ, എന്തൊരു തർക്കവും വാദവും. പക്ഷെ വചനം ഒന്ന് പഠിക്കുമ്പോ എന്താ പറയുന്നത്? മനുഷ്യൻ നോക്കുന്ന പോലെ. അപ്പൊ മനുഷ്യനാ നോക്കുന്നത്. ഇനി മാലയിട്ടിട്ടുണ്ടോ, കമ്മലിട്ടിട്ടുണ്ടോ, വേദപുസ്തകത്തിൽ ആഭരണം ഊരാൻ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ പറഞ്ഞ് ഇവിടെ തർക്കിക്കുമ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഭരണം, ജഡത്തിന്റെ ഭരണം മാറിയിട്ട് ഈ ഭരണം, ആത്മാവിന്റെ ഭരണം മാത്രമേ ഉള്ളൂ അതിനകത്ത് മർമ്മം. അപ്പൊ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നല്ല. സത്യം ഞാൻ പറയാണ്, എനിക്ക് ക്യാൻസറിനെയും പേടിയില്ല, ലോകത്തിൽ ഒന്നിനെയും പേടിയില്ല. പക്ഷെ എനിക്ക് ദൈവത്തെ ഭയമാണ്. കാരണം
ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളൊരാളെ കണ്ടിട്ട് പ്രൈസ് ദ ലോർഡ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞേച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇവനൊരു വൃത്തികെട്ടവനാന്ന് മനസ്സിൽ പറയുകയാണെങ്കിൽ അതറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. വേറൊന്നും ഈ ഭൂമി ഭയപ്പെടണ്ട. യഹോവയോ ഹൃദയത്തെയാണോ, ഹൃദയം. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറേ അവൻ യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്നും. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട് യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല. എല്ലാരും ശൗലിന്റെ ഇതിനകത്തൊക്കെ വലിയ ബറ്റാലിയനിലൊക്കെ അവര് യുദ്ധം ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരും അതിനകത്തൊക്കെ ഉള്ളവരും ഒക്കെയാ. പക്ഷേ കർത്താവ് പറഞ്ഞു യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല. എന്നിട്ടൊരു ചോദ്യം, നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കയാകുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ബാക്കി എല്ലാരും ഇങ്ങനെ ഒരു യാഗം നടക്കുമ്പോ പോലും ഇശായി സ്വന്തം മകനെ വിളിച്ചിട്ടില്ല അതിനകത്ത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അതിനകത്തെ ആ പെയിൻ, അത് വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ഇത്രയും ഒരു കാര്യം നടക്കുമ്പം പോലും ദാവീദിന് ഇശായിയോട് അവൻ ആടുകളെ മേയ്ക്കയാകുന്നു പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളയട്ടെ. ഞാനിപ്പോ ഓർക്കും, സത്യം പറഞ്ഞ ഒരു സമയത്ത് എന്നെ ഇങ്ങനെ ഈ ലോകരാജ്യങ്ങളെല്ലാം പോയി കർത്താവിനെ പ്രസംഗിക്കാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്നൊക്കെ എല്ലാവരും അണ്ണാൻറ്റി എന്ന് പറയും. സത്യം പറഞ്ഞ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും പലർക്കും അറിയത്തില്ല. കാര്യം ഇപ്പൊ നമുക്ക് വയ്യാതായി. അവര് വന്ന ഒരു സ്വത്രാഴ്ച കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഇതെന്തിനാ വരും? വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെ എല്ലാരും നിന്നെ തള്ളിക്കളയുമ്പോഴും നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. ആലോചിച്ച് നോക്കിക്കേ, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. കേട്ടോ, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കും. എല്ലാം തള്ളട്ടെ, ഇത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സത്യം പറഞ്ഞ ഞാൻ ഈ ഒരു 3.5 വർഷം സുഖമില്ലായിരിക്കുന്ന ഈ 3.5 വർഷമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ആ ഒരു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ ഇന്റിമസി വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഒക്കെ ഞാൻ റിലീസ് ചെയ്യാൻ തുടങ്ങിയതും ഞാൻ എൻജോയ് ചെയ്ത് എല്ലാം ഈ ഒരു സമയത്താണ്. ബിക്കോസ് കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരും. എന്തോ ദൈവം എനിക്കറിയത്തില്ല, എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ എനിക്ക് ഈ ട്യൂമർ ഉള്ളതുകൊണ്ട് അവരൊരു കൊളോസ്റ്റമി ചെയ്തൊരു സ്റ്റോമയുടെ ബാഗ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അധിക സമയം ഇരിക്കാനൊക്കത്തില്ല, ഞാൻ പെട്ടെന്ന് നിർത്തുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറയാൻ തുടങ്ങി ഇനി നിർത്താൻ പറ്റത്തില്ല. ഈ രാവിലെ ബാഗൊക്കെ അഴിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുക, കർത്താവ് ഒരു 7:45 വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പുറത്ത് രാവിലെ 6 മണിക്ക് എൻ്റെ ഗസ്റ്റ് റൂമിലാണ് ഞാൻ കിടക്കുന്നത്. കാര്യം എന്നെ കാണാൻ ആളുകളൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ബുദ്ധിമുട്ട് വരരുതെന്ന് കണ്ട് ഞാൻ രാവിലെ ഇവിടെ ഇറങ്ങിയിരിക്കും. അവിടെ കുറച്ച് കിളിയുണ്ട്, എനിക്ക് ചെടികളുണ്ട്, അതൊക്കെ കണ്ടിങ്ങനെ എന്നും രാവിലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ മീറ്റിംഗ് കഴിയുന്നവരെ ഓരോ അസ്വസ്ഥതയും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇഫ് യു ക്യാൻ റിലീസ് the awesome presence of God, there is nothing more beautiful than that. ആ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ ലോകത്തിന്റെ ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഞാൻ എന്റെ കീമോ അപ്പൊ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയാല്ല, അതിന്റെ ബ്യൂട്ടി പറയാൻ പറ്റും. ഓരോ കീമോയ്ക്ക് 95,500 ഒക്കെയാണ്. ഞാൻ എന്റെ കർത്താവിനോട് പറയും, യേശുപ്പ ഇത് കാരിത്താസുകാർക്കുള്ളതാണോ, ദൈവരാജ്യത്തിനുള്ളതല്ലേ? ഞാനാണ് മീറ്റിംഗ് എന്റെ വീട്ടിൽ ഇരിക്കുക. ഞങ്ങള് മിഞ്ഞാന്ന് ചെന്നു, എനിക്ക് 16-ാം തീയതി കീമോ ആയിരുന്നു. അപ്പം മരുന്ന് എല്ലാം മേടിച്ച് വന്നപ്പോൾ ഏതാണ്ട് എക്സ്ട്രാ സാധനം അവരുടെ എക്യുപ്മെന്റ്സൂടൊക്കെ നമ്മൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു. മോൻ എന്നെ വിളിച്ച് പറയാ, അമ്മേ ക്യാഷ് തികയത്തില്ലെന്ന് പറഞ്ഞു. മോനാ ഫാർമസിയിൽ. അപ്പൊ എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ റൂമില് നേരത്തെ പോയി കീമോ വാർഡിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ആ മുറിയിൽ ഞാനിങ്ങനെ കിടക്കാം.
മരുന്ന് കൊണ്ടുവരണം. അവരൊരു കീമോ പോർട്ട് എന്ന് പറഞ്ഞ് പിടിക്കേണ്ട ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് അവർ കണക്ട് ചെയ്യുന്നതൊക്കെ. ആ സമയത്ത് ഒരു കൊച്ചുണ്ട് ബാംഗ്ലൂരിൽ. അവള് 16 വയസ്സേ അവിടെ അമ്മ മരിച്ചു പോയത്. അപ്പം മമ്മ എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര സ്നേഹമാണ്. ഒത്തിരി നാളായി ഞാൻ അവളുമായിട്ട് സംസാരിച്ചിട്ട്. അവിടെ ഒരു കോള് പെട്ടെന്ന് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് എക്കുമോയുടെ ദിവസം. അപ്പൊ അവൾക്ക് അവിടെ ഒരു നഴ്സിംഗ് കോളേജും ഒക്കെ ഉണ്ട്. അവൾ ഒത്തിരി ബിസിയുമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മമ്മ എന്നാ വയ്യാതെ ഹോസ്പിറ്റലാണെങ്കിൽ ഞാൻ നിർത്തുക, പിന്നെ വിളിക്കാം. പിന്നെ എന്ന് പറഞ്ഞ് അടുത്ത മാസം ഞാൻ വരുന്നുണ്ട്, ഞാൻ വന്ന് കാണും പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. അടുത്ത ഞാൻ കാണുന്നത് ഈ കൊച്ചു തന്നെ ഗൂഗിൾ പേയില് ഒരു 5,000 റുപ്പീസ് എനിക്ക് ഇട്ടിരിക്കുക. Can you believe it? മോനെ അവിടെ വേണ്ടത് 3,500 രൂപ മതി. പക്ഷെ ആരാ കൊച്ചിനോട് എന്നെ വിളിക്കാനപ്പൊ പറഞ്ഞു? ആരാ കൊച്ചിനോട് എനിക്ക് ആ പൈസ ഇടാൻ പറഞ്ഞത്? ഞങ്ങളുടെ ദൈവം ആരാ? ഞാൻ പെട്ടെന്ന് ആ പൈസ മോനെ എടുത്തു കൊടുത്തു. അപ്പൊ എന്നെ കൊണ്ടുപോയത് അവന്റെ ഈ കണ്ണിന് അവന് ടണൽ വിഷൻ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ദേവദാസിനാ വന്നത്. പിന്നെ എന്റെ കൂടെ അവിടെ നിൽക്കാൻ ഒരു കർത്താൻദാസിന്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ആ ബാക്കി ഉണ്ടായിരുന്ന പൈസ അവർക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടി. എന്തോ ദൈവമായ എന്റെ ദൈവം, ഈ ദൈവത്തെ കുറിച്ച് എത്ര പറഞ്ഞാൽ മതിയാവും. എവറി മിനിറ്റ്, എവറി സെക്കൻഡ്. ഞാൻ ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പറയും, യേശുപ്പാ ഈ എന്താ കാര്യം മാത്രം ഇങ്ങനെ നോക്കി ഫുൾ ടൈം ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ ചുമ്മാ ഇവിടെ നിന്നുണ്ട് ചിലപ്പോ പറയും, പക്ഷെ ഇത്തിരി നാളായി ഇച്ചിരി ഡേറ്റ്സ് തന്നിട്ട്. ചുമ്മാ ഞാൻ മനസ്സിൽ പറയും. ഒരാൾ വരികയാണെങ്കിൽ ഒരു പാക്കറ്റ് ഡേറ്റ്സുമായിട്ടാ വരും. ചിന്തിച്ചു നോക്കി. പൗലോസപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന് വഴിയാരാൻ ഞാൻ താമസിക്കുന്നു. അത് അത്തണം. പക്ഷേ പിന്നെ എങ്കിലും ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നെങ്കിൽ എന്റെ വേലയ്ക്ക് പ്രയോജനം ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതേ ഉള്ളപ്പ ജീവനോടെ ഇരിക്കുകയാണെ കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനം ചെയ്യണം. ഇപ്പൊ ഇവിടെ 21 days ഫാസ്റ്റിംഗ് നടക്കുക. ഇന്ന് 18ാമത്തെ ദിവസം. ഈ കീമോ എടുക്കുന്നതുകൊണ്ട് രാവിലെ ഞാൻ ഇച്ചിരി ഓട്സ് കുടിക്കും. കാര്യം കീമോയുടെ മരുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ വൈകിട്ട് രാത്രിയിലത്തെ പ്രെയർ കഴിഞ്ഞ് വന്ന് 8-9 പിന്നെ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. പക്ഷേ ദൈവം എനിക്ക് നല്ല ബലവും ശക്തിയും ഒക്കെ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പോഴെടുത്തു എഴുന്നേറ്റു, കുളിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ഒരു ചായ കുടിക്കും. പിന്നെ ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ അന്നേരം ഇരിക്കുന്നു. എന്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഇന്നലത്തേലും എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടിയിരിക്കും. ഫാസ്റ്റിംഗ് കീമോ കഴിഞ്ഞതിന്റെ മരുന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര അലർജിയും ബുദ്ധിമുട്ടും ഒക്കെ. പക്ഷെ എന്നെ ഇങ്ങനെ കൈയുടെ വെള്ളയില നിങ്ങൾക്കൊക്കെ അസൂയ വരും. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഹൗ ഡു യു സീ തിങ്സ്. അപ്പൊ മറക്കട്ടെ, എല്ലാരും മറക്കട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. നിന്നെ മറക്കാത്ത അപ്പൊ എന്നെ ചേർത്ത് കൊള്ളുവന്ന ചേർത്ത് പിടിക്കുന്നു, മാറോട് ചേർത്ത് പിടിക്കുന്നു. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്തവരുടെ. എന്നാൽ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരുതിയായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യായി, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. മാന്യരെന്നും യോഗ്യരെന്നും മാനുഷികമായ സങ്കല്പമുള്ളവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് വിളിച്ചു വരുത്തി അവനെ കണ്ടുകൊണ്ട് കർത്താവ് പറയാ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യായി, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ താമസിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ അപ്പൊ ആ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ നമ്മള് ഇന്നലെ ഒരു സിസ്റ്റർ എന്റെ അടുത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഷി ഹാസ് ഗോൺ ത്രൂ ഹാർഡ് ടൈംസ് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ കൊച്ചു പെണ്ണ. ഞാൻ പറഞ്ഞു, മോളെ വൈ ഡോണ്ട് യു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നീ ആ പ്രതികൂലത്തിലൊക്കെ പോകുന്ന സമയത്തും നിനക്ക് കണ്ണ് കാണാൻ, ചെവി കേൾക്കാം, നോർമലായിട്ട് നിന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം. നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്, അവൾക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ട്. നിങ്ങൾ ഈ കർത്താവിന്റെ വേല ഇപ്പോഴും ചെയ്യുന്നു. നമുക്ക് എന്തെല്ലാം അറിയാനുണ്ട്. ഈ പ്രയാസമല്ലാതെ നന്ദി പറയാൻ എന്തെല്ലാം ഉണ്ട്. സത്യത്തിൽ ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ ഒരു പ്രാന്തായിരുന്നു സത്യം പറഞ്ഞു.
എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. പിന്നെ എനിക്ക് ഈ സൂപ്പ് സാൽവേഷൻ ഇഷ്ടമില്ല. ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയല്ലെന്ന് മുഖത്ത് നോക്കി പറയും. ആരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 വർഷം നിരന്തരമായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോള് പണിയണം, പെട്ടകം ഇറങ്ങണം. അപ്പൊ നിങ്ങൾക്കറിയാം, എന്റെ ഹസ്ബൻഡ് ഇതുവരെ രക്ഷയുടെ ഈ അനുഭവത്തിലോട്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ എങ്ങനെ, പക്ഷെ 3ാമത്തെ പ്രാവശ്യം കർശനമായിട്ട് പറഞ്ഞപ്പോ അന്നേരം ഞാനിങ്ങനെ പോയി വരുന്നൊന്നും അല്ലാതെ എല്ലാം ഇട്ടേച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പൊ എങ്ങനെ ആരും മേടിക്കുന്നത്? ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുന്നു, സിറ്റി ബാങ്കുകാർ എന്നെ വിളിച്ചിട്ട് പറ, യു കൻ ഹാവ് എ ലോൺ, കാർഡേൽ ലോൺ തരാം, ഡോക്യുമെന്റേഷൻ ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചു, എനിക്ക് എന്തിനാ? യു ക്യാൻ ബൈ ലാൻഡ് അല്ലേ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഉള്ള ലാൻഡ് തന്നെ എന്ത് കൊടുക്കണമെന്ന് അറിയിച്ചില്ല. ഇവിടെ വന്ന് അന്ന് രാത്രി കൊണ്ട് ഈ തൊട്ടടുത്ത് നമ്മുടെ വീടിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ ബ്രദറിന്റെ സ്ഥലം വെക്കുക, അത് വാങ്ങിക്കുന്നോന്ന് ചോദിച്ചു. ഞാനങ്ങനെ സിറ്റി ബാങ്കിന്റെ ലോൺ എടുത്ത് അത് വാങ്ങി കഴിഞ്ഞപ്പോ അവരുടെ ഒരു പഴയ വീടുണ്ട്, അതെല്ലാം തല്ലിക്കൂട്ടി ഞാൻ വൃത്തിയാക്കി. പിന്നെ അതിന്റെ ഇടവിറ്റിയൊക്കെ എടുത്ത് കളഞ്ഞൊരു കുറ്റു ഹോള് പോലെ ആക്കിയിട്ട് എന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന കർത്താവ് ചോദിച്ചു, ഇതിനകത്ത് നീ കിടക്കുമെന്ന് എന്നോട് ചോദിച്ചു. അത് മുകളിലല്ല, ഇവരുടെ ഓടിന്റെ പുകയറയൊക്കെ. എനിക്ക് അന്നേരം മനപ്രയാസമാണ്. അതിന് ഞാൻ എങ്ങനെയാന്ന് നോക്കപ്പോ ഇതുപോലെ ഒരു ബാങ്കുകാർ ഒരു ലോൺ വായ്പ വന്നു. അത് മേടിച്ച് ഒരു കൊച്ചു ഹോള് പണിത്. ഞങ്ങളുടെ ഹോളെന്ന് പറഞ്ഞാൽ നല്ലൊരു കുഞ്ഞു സുന്ദരിയാ. പിന്നെ നമ്മുടെ ബേച്ചാനും കുടിച്ചാനും എല്ലാവർക്കും അറിയാം, അവരൊക്കെ വന്നിട്ടുള്ള ഒരു കൊച്ചു ഹോളൊക്കെ പണിതു. അങ്ങനെ ഇപ്പൊ ഒരു 20-22 വർഷമായിട്ട് മോനായിപ്പോ ഇവിടുത്തെ പാസ്റ്റർ. ഈ ദേശത്തിന്റെ മുഖച്ഛായ മാറി. ഞങ്ങളുടെ ഇതിന് തൊട്ടടുത്തുള്ള ആലയത്തിന് മുമ്പ് കിടക്കുന്ന സ്ഥലം പിന്നെ പഴയ കളക്ടർ സാജൻ ബീച്ചിന്റെ മോളാ വാങ്ങിച്ചിരിക്കുന്നത്. മോളും ഹസ്ബൻഡും, അവർ 2 ഡോക്ടേഴ്സ്. അപ്പൊ കഴിഞ്ഞ ദിവസം സാജൻ ബീറ്റർ ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറയാ, മാഡം ഇതൊരു ഭയങ്കര പിന്നെ എന്താ പറയുന്നത്, റെസിഡൻഷ്യൽ കോളനി ആയിട്ട് മാറിപ്പോ, എല്ലാം ഭയങ്കര വലിയ വീടുകളും ദേശത്തിന്റെ മുഖച്ഛായ മാറി. പക്ഷെ ഇതൊരു ചെറിയ വിഷയമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. ഇതിന് നല്ല ഒരു നമുക്കൊരു നമ്മുടെ പ്രതിയോഗിയായ പിശാച്, നമ്മള് ഈ എന്താ പറയുന്നത്, പാകിസ്ഥാനിൽ പോയി പിന്നെ ഭാരതമാതാ കീ ജയ് എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ ഇതെല്ലാം അവന്റെ അധീനതയിൽ കിടക്കുമ്പോ ഇവിടെ വന്നു 7 ജാതികളെ കൊണ്ട് പ്രാർത്ഥിച്ച ഒരു ദേശമായത് ഇവിടുത്തെ ക്ഷേത്രത്തിന് വേണ്ടി. എന്റെ മോന്റെ വേർപാട് കഴിഞ്ഞ് ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പം 7 ആഭിചാരി ഈ സ്ഥലത്ത് തന്നെ എഴുതി. പെട്ടെന്നാണ് എന്റെ മോന് വാസ്തവത്തില് ജി ജംഗ്ഷനിൽ ട്യൂമർ ഉണ്ടെന്ന്, ഒരു മാലിഗ്നന്റ് ആണ്, 3rd സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ 2018 കർത്താവിനോട് പറഞ്ഞു, എന്റെ ദാസി അപ്പക്കാരന്റെ പ്രമാണിയും ഭാനവാട്ടവാഹം 2 പേര്, ഒരാൾ ഭൂമിയിൽ മാറ്റപ്പെടും, മറ്റവൻ തന്റെ നിയോഗത്തിലേക്ക് കിടക്കും. പിന്നെ അവിടെ ഒരു വിചാരം, നമ്മൾ കരയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവിനെ തരുമെന്ന. പക്ഷെ 2020 ഫെബ്രുവരി 8-ാം തീയതി ഈ 2 കൈ കൊണ്ടാണ് അവന്റെ കണ്ണ് തിരുമിയെടുത്തത്. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ ഫ്യൂണറിലും ഒക്കെ. പക്ഷെ ക്രിസ്റ്റി വിചാരിച്ചു അതോടുകൂടെ ഞാൻ എന്റെ മോനെ അങ്ങ് എടുത്തല്ലോ. കാര്യം ഞാൻ ഈ പിള്ളേരുമായിട്ട്, എന്റെ ഹസ്ബൻഡ് ഒരു സീരിയസ് നേച്ചറുള്ള ആളായതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡാ. അപ്പൊ ഇവനായിരുന്നു എന്റെ ചങ്ക് ഫ്രണ്ട്. കാര്യം കൊച്ചവന് 9 വയസ്സ്, ഇവന് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബിസിനസ്സിലൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. AK എന്നാ എന്നെ വിളിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഫയർ ചെയ്യുന്നതുകൊണ്ട് AK-47. പിന്നെ മുടിയൊക്കെ അന്ന് ബോബ് ചെയ്തതിന് ഞാനൊരു 1990 എനിക്കൊരു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ ശരീരം തളർന്ന് 8 മാസം കിടന്നപ്പോ ഞാൻ മുടി ബോബ് ചെയ്തു. അതുകൊണ്ട് മോട്ട്സ് എന്ന് എന്നെ വിളിക്കും, പൊട്ടേന്ന്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ അവന്റെ മരണം എനിക്ക് ശരിക്കും ഭയങ്കര ഷോക്കായിരുന്നു. ഞാന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീ ചോദിച്ചു, ഞാൻ അവനെ തന്നു, പക്ഷേ ഒരു തലമുറ എഴുന്നേൽക്കുന്ന എനിക്ക് കാണണമെന്ന് ഞാൻ കർത്താവിനോട്. അത് കഴിഞ്ഞിട്ട് ഇവന് എന്റെ അവനെ ഞാൻ അതിന് മുമ്പേ ഞാൻ അവനെ ഇവിടെ ഡ്രസ് ചെയ്യാൻ അവിടെ കയറിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ 2 കാര്യം നിന്നോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഇവിടെ. 2ാമത്തെ കാര്യം, ആ ഹോളിനകത്ത് നിന്റെ പ്രസൻസ് ഉണ്ടാവണം. ഞാൻ നല്ല മനോഹരമായിട്ട് ആ ഹോളെല്ലാം ചെയ്ത് അവന് ഉടുപ്പൊക്കെ ഇടിച്ച് അവിടെ കൊണ്ടിട്ട്. അപ്പൊ എനിക്കറിയാം, എന്നോടന്ന് അവിടുത്തെ ദേവദാസൻ ചോദിച്ചു, എൻ്റെ ഒരു വാക്ക് സംസാരിക്കുന്നോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. കാര്യം ഞാൻ വിതുമ്പി പോകുമെന്ന് പേടിച്ചു. ആ സമയത്താണ് കഥാദാസൻ ജോസ് പറഞ്ഞു ഒരു പാട്ട് പാടുന്ന നീ മാത്രം മതി എന്നൊരു പാട്ട് പാടുകയും, നമ്മൾ പറയത്തില്ല ഈ അത്യന്ത ശക്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയല്ല, നമ്മൾ അനുഭവിക്കണം. ഒരു ദൈവശക്തി എന്റെ മേലെ ഇറങ്ങി വന്നു. സി കർത്താവിൽ അവന്റെ അമിത ബലമെന്നൊക്കെ പറയുന്ന പോലെ ഒരു എന്തൊരു പവർ അതിങ്ങോട്ട് വന്ന് ആ ദൈവസാന്നിധ്യം നമ്മളുടെ ആർക്കത്തെ നമ്മുടെ ആ വ്യക്തിത്വത്തെ തന്നെ മാറ്റിക്കളയും. പെട്ടെന്ന് ഞാൻ ബൈക്ക് മേടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എത്ര പേർക്ക് പറയാൻ കഴിയും നീ മാത്രം മതി, എത്ര പേർക്ക് പറയാം. ഞാൻ പറഞ്ഞു ഇവിടെ അനുശോചനം പറ്റത്തില്ല, നിങ്ങൾ വേണേ എന്ന് അനുമോദിക്കാൻ പറഞ്ഞു. രണ്ടാം മക്കള് അവർ രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞു, സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു. അപ്പൊ അവൻ അവന്റെ അപ്പന്റെ അടുത്ത് പോകുന്നു. അതിനെന്തിനാ അനുശോചനം പറയുന്നത്? രണ്ടാമത്തെ ആള് ഇവിടെ ബസേലിയ സ്കൂളിൽ പഠിപ്പിക്കുക, ഇവിടെ ചർച്ചിലെ പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനും ഒക്കെയാണ്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ അനുശോചനം പറയുന്നത്? അതൊക്കെ ജാതികൾ പറയട്ടെ. നമ്മൾ നമ്മുടെ പ്രിയമ്പച്ച കർത്താവിന്റെ അടുത്തോട്ട് പോകും. ഏറെ ആയാലാണ് അതിന്റെ പ്രതാപം പ്രയാസം നിൽക്കും. ഹൃദയത്തിൽ പറഞ്ഞു പോകുന്ന പറഞ്ഞിടത്ത് നമ്മൾ ഇതിട്ടേച്ച് പോകും. ഇതിപ്പോ നമ്മൾ മായ ഈ ലോകത്തിന്റെ പുറകെ, ഇല്യൂഷന്റെ പുറകെ നമ്മൾ ഓട്ടം. ഇതെല്ലാം കളഞ്ഞേച്ച് പോകും, ഒന്നും കൊണ്ടുവത്തി. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ദൈവസാന്നിധ്യം വന്ന് ഞാൻ ഒരു 3-4 മിനിറ്റ് സംസാരിച്ചു. അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഹൗ ഡു യു സീ തിങ്സ്. നമ്മൾ ഈ ലോകം മനുഷ്യരെ കാണുന്ന പോലെ കാര്യങ്ങളെ കാണാനല്ല ദൈവം നമ്മളെ തെരഞ്ഞു. എന്തിനാ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി പാപമില്ലാത്തവനെ, മോള് പാട്ട് പാടിയപ്പോ പറയും, പാപമില്ലാത്തവനെ പാപമാക്കി. അസതി ഇവര് മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ഫ്രൈഡേ. അപ്പൊ കാൽവറി കുലമരത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ മുഴുവൻ ഏറ്റുവാങ്ങി പാപമില്ലാത്തവനെ പാപമാക്കി നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്. അപ്പൊ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടിയാ അവനെ പാപമാക്കിയത്. നാം ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ മക്കളെന്ന് പറഞ്ഞ് നിൽക്കും. അപ്പൊ സ്വർഗം ആ വില കൊടുത്തത് നമുക്ക് വേണ്ടി എന്താ ദൈവം ചെയ്തെന്നുള്ളത് തിരിച്ചറിയുമ്പം. ഇപ്പോഴിപ്പോ സത്യം പറഞ്ഞു എന്നിട്ട് മോന്റെ വേർപാട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് എനിക്കിങ്ങനെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പൈൽസ് ആണെന്ന് പറഞ്ഞ് 2 വർഷം വെച്ചുകൊണ്ടിരുന്നു. ബൈ ദെൻ ഇറ്റ് വാസ് ട്യൂമർ, നമുക്ക് അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കുമ്പോ ഇറ്റ് വാസ് 4th സ്റ്റേജ്. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എങ്ങാണ്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയ അങ്ങനെ ഏതാണ്ട് ഒരെണ്ണത്തിനകത്ത് മനസ്സ് തുറന്നു വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതിട്ടിട്ടുണ്ട് അവര്. അതങ്ങ് ഒത്തിരി അങ്ങ് വൈറലാണ്. അതിപ്പോ അവർ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് തീരെ വയ്യാതിരിക്കുമ്പോ തന്നെയാണ്. സത്യത്തിൽ ആദ്യം നമ്മൾ അതിനെ എങ്ങനെ കാണുന്നേ? എനിക്ക് ആം 75+. അപ്പൊ ഇപ്പോഴീ ഇസ്രോമയുടെ ബാഗ് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ട്രോമായ അല്ല ഞാൻ എനിക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞ അവന്റെ മഹത്വം പറഞ്ഞാൽ മതിയാകത്തില്ല. അപ്പൊ എന്നോട് ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ ക്യാൻസർ പേഷ്യന്റ്. ഈ ലുക്സ് എവറി ഡേ വരുമ്പോ നല്ല മെഡിക്കൽ. ഞാനൊരു എപ്പോഴും ഒരു ടോപ്പ് സ്കേർട്ടും ഒക്കെ ഇട്ടാ പോകുന്നത്. അപ്പൊ ഒന്നും പറ്റത്തില്ല, ഒരു പെസ്കാൻ എടുക്കാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഡോക്ടർ എന്തിനാ, is there any way to find out in the body ക്യാൻസർ സെൽസ് ഇല്ലെന്ന്? ബിക്കോസ് ക്യാൻസർ ഫ്രീ. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ പുറത്ത് കൊണ്ടുവരും. ഈ സ്റ്റോം എല്ലാം റിവേഴ്സ് ചെയ്യും. ഞാൻ ഇനി ഓടും. അവന്റെ മഹത്വം കണ്ട സാക്ഷിയായിട്ട് അവൻ ഓടി അത് പറഞ്ഞിട്ട് ഞാൻ പോത്തും. അതെനിക്കറിയാം. അവൻ നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. അപ്പനും അമ്മയും ഉപേക്ഷിക്കും എങ്കിലെയോ ഒന്നിനെ ചേർത്തുകൊണ്ട്. അപ്പൊ ആ ദൈവത്തെ കുറിച്ചും ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള ആ നിത്യതയെ കുറിച്ചും ഒക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദിസ് കനോട്ട് ബോദർ യു. ഞാൻ പറയും, പിശാചേ നീ സമയം കളയാതെ. കഴിഞ്ഞ പ്രാവശ്യം കർത്താവിന്റെ ദാസൻ കുഞ്ഞുവാസൻ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക്
ഈ ട്രക്കിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ശബ്ദമേ ഇല്ലായിരുന്നു. 2-3 ആഴ്ച ശബ്ദമില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, 18-ാം തീയതി എന്ന് പറഞ്ഞപ്പോ ശബ്ദം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഈ ശബ്ദം ഉണ്ടെങ്കിൽ അവന്റെ കാര്യം പറയത്തുള്ളൂ, അവനെ കുറിച്ചേ പറയത്തുള്ളൂ, വേറെ എന്താ പറയാൻ. ഞാൻ ഈ ദൈവം ഇല്ലെന്ന് തെളിയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ തൊട്ടാവാടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം സീതപ്പയെ ഗോഡ് ഹാസ് ക്രിയേറ്റഡ്, അതിനെ തൊട്ട ഉടനെ അത് വാടി നിൽക്കും. ഇത്തിരി കഴിഞ്ഞ് നമ്മൾ മാറി കഴിയുമ്പോൾ അത് പിന്നെയും പഴയതല്ലേ. അപ്പൊ ഓരോന്നിനെ എത്ര മനോഹരമായിട്ടാ ദൈവം ഉണ്ടാക്കിയിരിക്കും. ആ ദൈവത്തിന്റെ മഹത്വം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കല്ലോ. പിശാചിന്റെ ജോലി എന്താന്ന് വെച്ചാൽ അവൻ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ട് നമ്മുടെ മുമ്പിലോട്ടിടും, എന്നിട്ട് നമ്മൾ സങ്കടം പറയുക. അപ്പൊ അവൻ മാറി നിന്ന് ചിരിക്കുക. നമുക്കെന്തോ ഈ സങ്കടം, ഈ മണ്ണിന്റെ അടുത്ത് ഈ പൊടിയിൽ നിന്ന് എടുത്തത് പൊടിയിലേക്ക് പോരും. നമ്മൾ പ്രിയം വെച്ച ആത്മാവനെ നൽകി ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. അവിടെ അവൻ ഒരുക്കിയത്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർക്കാൻ ഞാൻ വേഗം വരും. പിണറായിയുടെ കൂടെ നമ്മളെ ഇരുത്തു. വലിയ LDF പറയുന്നുണ്ട്, മോദിയുടെ കസേര നമ്മളെ ഇരുത്തു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. ഞാൻ എപ്പോഴും പറയും, എന്റെ വീട് പണി അവിടെ തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തെന്ന് പറയും. വീട് പണി തീരാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തെന്ന് പറയും. അവൻ ഭവനം ഒരുക്കാൻ പോകും, അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തേണ്ടത്. അപ്പൊ നമ്മുടെ പാപം ഏറ്റുവാങ്ങി നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. തത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വി ഷുഡ് ഹാവ് ആൻ ഇന്റിമസി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കുഞ്ഞു കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും, ഓർപ്പിച്ചു തരും, നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഇന്റിമസിയിലേക്ക് വരണം. അത് കീബോർഡ് വായിക്കുമ്പോഴും കമ്പയർ അടിക്കുമ്പോഴും അല്ല, 24/7. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, കേട്ട് മടുത്തായിരിക്കും, എനിക്കൊന്നും അറിയത്തില്ല. ഈ നമ്മൾ വാസ്തവത്തിൽ ഈ റോമാലേഖനം എടുത്ത് പഠിക്കുന്നുണ്ട്. റോമാലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിലേക്ക് നമ്മളെ കൊണ്ടു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ നമ്മൾ പാപം നിമിത്തം അയച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വിധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത്? ആ പാപത്തിന് ശിക്ഷ വിളിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ട്, ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം. അവിടെ 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, കാര്യം ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അകത്തെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടന്നെങ്കിലും നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനെ ഇവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ആകെ ചെയ്യാവുന്ന നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഈ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് പിന്നെ റോമർ 7:14 ഒന്ന് എടുക്കാമോ? 7:14 ആദ്യം ഒന്ന് എടുക്കാം. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 7:14 പറയുന്നു, പിന്നെ 14 ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ. ദിസ് ഇസ് ദ പ്രോബ്ലം. ദൈവം തന്ന കൽപ്പനയ്ക്കൊരു പ്രശ്നമില്ല, അത് ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. For we know that the law is spiritual, but I am carnal, sold under sin. നമ്മൾ എത്ര പറയുമ്പോഴും, നമ്മൾ അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന സമയത്തും 10 പ്രാവശ്യം വാളംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറ് ചെന്നിട്ട് പറയും, ഈ സാധനം ഇതാ, ഇതിന്റെ ടേസ്റ്റ് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് സലൈവ ഗ്ലാൻഡ് പ്രവർത്തിക്കാൻ, വായി വെള്ളം വരും. പക്ഷേ ഇല്ലാഞ്ഞിട്ട. അപ്പൊ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. കാർണൽ, സോൾഡ് അണ്ടർ സിൻ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് വലിയ ഉപവാസവും പ്രാർത്ഥനയും അഭിഷേകം എല്ലാം പറഞ്ഞ് ചാടിക്കോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പറയുന്നു. പക്ഷെ കാലയിൽ ഒരാളൊന്ന് ചവിട്ടിട്ട് ഷൂസ് ഇട്ടു, അന്നേരം സ്വോത്രമാണെന്ന് പറയുന്നത്.
അന്നേരം നമ്മുടെ കാല് നൊന്ത് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അന്നേരം നമ്മൾ പറയും, നിന്റെ മുഖത്തല്ലേ കണ്ണ്, കാണാൻ വയ്യ എന്ന് ചോദിക്കും. അപ്പോഴേ നമുക്ക് ദേഷ്യം വരും. കണ്ടോ? അപ്പൊ ഇത് എവിടെയാ വസിക്കുന്നത്? ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നതിലോ ന്യായപ്രമാണം ചെയ്യുന്നത് സമ്മതിക്കും. അല്ല, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്നു. നമ്മൾ പറയും ആ ക്ഷേത്രത്തിന്റെ ഈ മോസ്കിന്റെ മറ്റേടത്തെയാ മറിച്ചേടത്തെയാന്ന് പറയുമ്പോൾ ഇത് എവിടാ വസിക്കുന്നത്? അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാവല. അപ്പൊ പാപപ്രകൃതി, ഈ ജഡത്തിനുള്ളത് പാപപ്രകൃതി. ഈ പാപപ്രകൃതിയെ ദൈവപ്രകൃതിയാക്കാൻ, സിൻഫുൾ നേച്ചറിനെ ഡിവൈൻ നേച്ചർ ആക്കാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ. കീബോർഡ് വരുമ്പം കൈയടിക്കാനല്ല, അല്ലെങ്കിൽ ഡ്രം അടിക്കുമ്പം കൈയടിക്കാനല്ല. 24 മണിക്കൂറും എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മയുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് ദേഷ്യപ്പെടാൻ ഇഷ്ടമില്ല, പക്ഷെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ ഈ ശരീരം അതിനോട് പ്രതികരിക്കുന്ന എനിക്ക് ദേഷ്യം വരും. അപ്പൊ ആ ഇച്ഛിക്കാത്ത തിന്മ, ഞാൻ ഇച്ഛിക്കാതെ ചെയ്യുന്നതിലും അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. അതിന് നമ്മൾ ഈ ദേശാധിപതിയും ബാക്കി കുന്നും കുടചക്രം ഒന്നും പറയണ്ട. അപ്പൊ എന്നിൽ വസിക്കുന്ന പാപത്രേ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ എന്റെ പക്കൽ ഉണ്ട്, പിന്നെ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഞാൻ പ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതാ ബന്ധനം. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ ഞാൻ, എന്നിട്ട് പൗലോസ് പറയാ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ എം എ wretched man that I am. Who shall deliver me out of this body of this death? ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? അടുത്ത പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പ്രമാണത്തെയും സേവിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത 8:1 പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. ഇപ്പൊ IPC-യിലുള്ളവർക്കെന്ന് പറഞ്ഞില്ല, ചർച്ചഗോഡ് എന്ന് പറഞ്ഞില്ല, AG എന്ന് പറഞ്ഞില്ല, സ്വതന്ത്രൻ എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കോ ഒരു ശിക്ഷാവിധിയോ. Are you in Christ? There is therefore now no condemnation to them that are in Christ Jesus. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു സ്വാതന്ത്ര്യം എത്തിയിരിക്കുന്നു. പെന്തിക്കോസിൽ പോയിട്ട് എന്തോ കിട്ടി? കാറ് കിട്ടിയോ, വീട് കിട്ടിയോ? ഇതല്ല. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പാപത്തിന്റെയും മരണത്തിന്റെ, ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിൽ നിന്ന് ജീവന്റെയും, ഫ്രം ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്, സോയെ ലൈഫ്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശു. ദാറ്റ് ഇസ് ദ ഫ്രീഡം നമുക്ക് കിട്ടിയത്. ജീസസ് മെയ്ഡ് മീ ഫ്രീ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അപ്പൊ ജഡത്താലുള്ള ബലഹീനത നമുക്ക് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കാൻ. ന്യായപ്രമാണത്തിന് കുഴപ്പമില്ല, അത് ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ പ്രമാണം. പക്ഷേ എന്റെ ജഡത്തിന്റെ ബലഹീനത പാപമല്ല, വീക്ക്നെസ് ഒരു പാപമല്ല. പക്ഷെ വീക്ക്നെസ് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. ആ ജഡത്തിലുള്ള ബലഹീന ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ഇനിയിപ്പോ ജഡത്തെ അല്ല, സോയെ ലൈഫ് ആൻഡ് സ്പിരിറ്റ് നമ്മളെ ഇവിടുന്ന് ലിബറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, റൺവേയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റ് റൺവേയിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് അതിങ്ങനെ നിൽക്കുക, താഴെ പിടിച്ചേക്കുന്നത്. അല്ലെ നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ ന്യൂട്ടൻ ലോ പറഞ്ഞത്, ആപ്പിൾ താഴോട്ട് വീണപ്പോഴാണ് ഈ ലോ ഇത് പഠിക്കാൻ കഴിഞ്ഞത്, ഗുരുത്വാകർഷണം. അപ്പൊ അതിനെ അതിജീവിക്കുന്ന ഒരു ത്രോട്ടിൽ പവർ വരുമ്പോഴാണ്
ഇത് റൺവേന്ന് പൊങ്ങുന്നത്. ഭൂമിയിലേക്ക് വലിച്ചു നിർത്തിയിരിക്കുന്നതിന് ആ ഗുരുത്വാകർഷണയെ ഭേദിക്കാനുള്ള ഒരു ത്രോട്ടിൽ പവർ അങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. നമ്മൾ ആ അതിനകത്ത് തന്നെ നിന്നേലേ പറ്റത്തുള്ളൂ. ആ സ്പിരിറ്റ് റമ്മിൽ തന്നെ നിന്നാലേ പറ്റത്തുള്ളൂ. താഴെ വരാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കൊലോസ്യ ലേഖനം ഒന്ന് പെട്ടെന്ന് ഞാൻ എടുക്കുക ഇവിടുന്ന്. പെട്ടെന്ന് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. കൊലോസ്യ ലേഖനം എടുത്ത് നമ്മൾ പഠിക്കുമ്പോ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒന്ന് എടുത്തോട്ടെ. 2-ാം അധ്യായത്തില് അവനിലല്ലോ ദൈവത്തിന്റെ 2:9 ദൈവത്തിന്റെ സകല സമ്പൂർണ്ണയും ദേഹരൂപം വസിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. നോക്കിക്കേ. And in him you are made full, who is the head of all principality and power. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന്റെ പരിച്ഛേദനയാൽ, ആ പരിച്ഛേദന എന്ന് പറയുന്ന അബ്രഹാമിന്റെ കാലത്തെ പോലെ ആ സർക്കംസിഷൻ കൊണ്ടല്ല, ക്രിസ്തുയേശുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോ ഇവിടെ വരുമ്പോ എന്താ സ്നാനം എന്ന്? മറ്റേത് ഈ അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന പരിച്ഛേദന, അഗ്രചർമ്മം പരിച്ഛേദനയാണ്. ഇവിടെ വരുമ്പോഴോ ഈ ജഡശരീരം കണ്ടോ, ആ ക്രിസ്തുവിന്റെ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിവർത്തിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയുടെ വിശ്വസ്ത അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിൽ നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിന് മരിച്ചവരായിരുന്നു നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വേപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇനി 3-ന്റെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറയാണ്. 3-ന്റെ 1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഇനിയും ഭൂമിയിലുള്ളതല്ല നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു കോള് തെരുതെരെ വരുന്നത് എന്തിനാന്ന് അറിയത്തില്ല. ഞാൻ ഒന്ന് എടുക്കട്ടെ, നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്കണം. ഹലോ ഹലോ അതെ, ഞാനൊരു മീറ്റിംഗില്ല, ഞാൻ തിരിച്ചു വിളിക്കാം. ആയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ അല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത്. കാര്യം അവനോടുകൂടെ ഉയർത്തേറ്റ് അവനോട് സ്വർഗത്തിലായിരുത്തിയിരിക്കുന്നത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നമ്മൾ പറയും ഞങ്ങളാരും വിഗ്രഹത്തെ ഇത് ചെയ്യുന്നില്ലല്ലോ. നോക്കിക്കേ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോരും. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഒക്കെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞാലേ നമുക്ക് പറ്റിച്ചേരാൻ പറ്റുള്ളൂ. അന്യോന്യം ഭോഷ്ക് പറയരുതേ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ആഭരണം ഉരുന്നതല്ല ഇതിനകത്തെ പ്രധാന വിഷയം. നോക്കിക്കേ,
പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളി. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങൾ വരുമ്പോ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ ഗോ ആൻഡ് വിറ്റ്നസ് മീ. എന്നെ കാണിച്ചു കൊടുക്ക, നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്ക. നമ്മളെ കാണുന്ന ഒരു യേശുവിനെ കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വാസ്തവമായിട്ടും നമ്മളിനി ഇതൊന്നും ചിന്തിക്കണ്ട. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്ന. 110 വയസ്സായാലും 120 വയസ്സായാലും നമ്മളിന്ന് വിട്ടു പോകണം, ഇതായിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ? അപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് വേണ്ടി അവൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കും. ഇവിടെ ആയിരിക്കും എന്താണ് റോമർ 8:14 പറഞ്ഞ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവാത്മാവ് നടത്തുന്നവര് ദൈവത്തിന്റെ മക്കൾ. അത് പറിച്ചുകൊണ്ടോ കഴുത്ത് പറിച്ചതുകൊണ്ടോ വെള്ള കൊടുത്തത് കൊണ്ടോ സ്വതം പറഞ്ഞുകൊണ്ടോ എന്നല്ല. ആ യു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മളെ സ്ലോയ ലൈഫിലേക്ക് സ്പിരിച്വലിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ യു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ബുദ്ധിയുടെ പ്രമാണത്തിലൊന്നും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനോട് അസമ്മതിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതിനെ നമ്മുടെ സോളിനോട് പറഞ്ഞു കൊടുക്കാൻ. സോളിഷ് ലൈഫിൽ ചേച്ചി പറയല്ലേ ഞാൻ സ്പിരിച്വലാന്ന് പറയല്ലേ, ബുദ്ധിയിലെല്ലാം ചെയ്തേച്ച് ആത്മാവിലാന്ന് പറയല്ലേ. അപ്പൊ വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് നമ്മുടെ സോളിനെ കൺവിൻസ് ചെയ്യും. സോളിന്റെ ബോഡിയെ കൊണ്ട് അനുസരിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊരു നിസ്സാര കാര്യമല്ല. ലോകം നമ്മളെ ഉപേക്ഷിക്കട്ടെ, പണമില്ലാത്തപ്പോൾ നമ്മളെ ഉപേക്ഷിക്കട്ടെ, നമ്മുടെ പേരും പെരുമയും നഷ്ടപ്പെടുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കട്ടെ. ഇറ്റ് ഡസന്റ് മാറ്റർ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തു. നമുക്ക് രണ്ട് കാര്യം നമുക്ക് അറിയത്തില്ല. കാഹളം എപ്പോഴാണ് തുരിക്കുന്നതെന്ന് അറിയത്തില്ല, ഇപ്പൊ കാഹളം തുരിക്കുമെന്ന് അറിയത്തില്ല, എപ്പോൾ നമ്മുടെ പ്രാണൻ പോകും. എൻ്റെ നേരെയുള്ള ബ്രദർ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു. KSRTC സെലക്ഷനൊക്കെ കിട്ടി. അങ്ങനെ അവിടുത്തെ ചെയ്യുമ്പം രാത്രി കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റില്ല. നമ്മൾ കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേക്കുമെന്ന് നമുക്കറിയത്തില്ല. രണ്ടുപേരും നമുക്കറിയത്തില്ല. ഒന്ന് കർത്താവിന്റെ വരം, രണ്ട് നമ്മളെപ്പോഴാ ദിവസം ചേർക്കപ്പെടും. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അത് നമ്മൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. നമ്മൾ ഇവിടുത്തെ വിട്ടേര് എല്ലാവരും ഉപേക്ഷിക്കട്ടെ. ഡസന്റ് മാറ്റർ. അതിന് മോന്റെ വേർപാട് കഴിഞ്ഞ് എനിക്കിവിടെ ഇനിയായി ഇത് കണ്ടുപിടിച്ചു. 4th സ്റ്റേജാന്ന് പറഞ്ഞു. 4th സ്റ്റേജാന്ന് പറയാൻ തുടങ്ങിയിട്ട് അലവല്ലവായി. ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടർ ആണെങ്കിൽ ജ്ഞാനായ കത്തോലിക്കൻ, പുള്ളിക്ക് മിറക്കളിലും വിശ്വാസമില്ല, ഇതൊന്നും പറഞ്ഞ പുള്ളിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും, യു വെയിറ്റ് ആൻഡ് സീ. ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടർ ഇത് 4th സ്റ്റേജ് എന്ന് പറഞ്ഞു. ഞാൻ ഇതിലെ ചക്കക്കുരു പോലെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനിടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ വീണ എൻ്റെ ഹിപ്പ് ബോൾ ആൻഡ് സോക്കറ്റ് ഒടിഞ്ഞതാണ്. അതൊക്കെ വെച്ചോണ്ട് ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നാറ്റം വെച്ച ലാസറിനപ്പൊ എത്രാമത്തെ സ്റ്റേജ് ആയിരുന്നു? ആ ലാസറിനോട് പുറത്തു പോകാന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഡോക്ടറുമായിട്ട് എന്നും തർക്കിക്കും. ഡോക്ടർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ഞാൻ പറയുന്ന ഇത് മിറക്കിള് ദൈവം ചെയ്യുമ്പം ഈ കാരിത്താസിന്റെ ചരിത്രം ദൈവം തിരുത്തും. നമ്മുടെ ദൈവം ചരിത്രം തിരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇപ്പോഴ് ഈ കീമോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കീമോ ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം, ഈ സ്റ്റോമ റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് കർത്താവിന്റെ മഹത്വം പറഞ്ഞു ഓടണം. എന്നിട്ട് എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന യോജിക്കുന്നു. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാണ്. ശകലത്തിനല്ല, സകലത്തിനും മതിയാണ്. നിന്റെ ഫിനാൻസിനെ കുറിച്ച് പറയണ്ട, നിന്റെ ഹെൽത്തിനെ കുറിച്ച് പറയണ്ട, തലമുറയെ കുറിച്ച് പറയണ്ട. ദൈവത്തിന്റെ കയ്യിലേ പറ്റി കൊടുക്കാൻ മതി. ഈ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കും. കൊടുക്കുമോ? നമ്മളാണ് ഒരു കിഡ്നി കൊടുത്തു, രണ്ടാമത്തെ കിഡ്നിയുടെ കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പൊ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ
അതോടുകൂടെ സകലവും നൽകാതിരിക്കും. എല്ലാം തരും. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എനിക്ക് ഇറങ്ങി ഓടാനും കൊതിയാ, ഞാൻ ഓടും. ഞാൻ വരും നിങ്ങളുടെ എല്ലായിടത്തും. അമേരിക്കയിലെ അച്ചകുഞ്ഞു മാസ്റ്റർ അടുത്തൊക്കെ ഞാൻ വരുന്നുണ്ട്. ദൈവം എന്നെ കൊണ്ടുവരും. അല്ലെ എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം വിളിച്ചേച്ച് പറഞ്ഞു മോന്റെ കല്യാണം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞു. 10 കൊല്ലത്തെ വീസ അടിച്ച് കിടക്കും. Thank you. ഞാൻ വരും. സോ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. Thank ടേക്ക് you. കെയർ. Thank you for your time. എല്ലാവരും Thank you. ഹല്ലേലൂയ. സ്തോത്രം ദൈവം